VP ശ്രീ പത്മനാഭൻ, അങ്ങോട്ടുള്ള ചോദ്യം ഇതാണ്. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പഴയൊരു പ്രതികരണമാണ്. എനിക്ക് അങ്ങോട്ടുള്ള ചോദ്യം, ആ പ്രതികരണം കേൾക്കാം. വീട്ടിലെ അടുക്കളയിൽ സൂക്ഷിച്ച ഭക്ഷണത്തിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടന്നു. രാജ്യമാകെ അതിനെ അപലപിച്ചു. ഏതെങ്കിലും ഘട്ടത്തിൽ നിങ്ങളുടെ നാക്ക് അനങ്ങിയോ? ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്ന നിലക്ക് ആ അക്രമികൾക്കെതിരെ അരേ അക്ഷരം നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾക്കോ നിങ്ങളുടെ കൂടെയുള്ള ഭരണാധികാരികൾക്കോ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിയാതിരുന്നത്? നിങ്ങൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മാനിക്കുന്നില്ല. മതനിരപേക്ഷത ഇവിടെ ഉണ്ടാകരുത് എന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത് എന്ന് ഓർക്കണം. RSS കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ രാജ്യത്ത് ഹിന്ദുവിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുവർത്തിക്കുന്നവർ മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ. അല്ലാത്തവരൊന്നും രാജ്യത്ത് വേണ്ട, അവരെല്ലാം രാജ്യം വിട്ടുകൊള്ളണം. ജർമ്മനിയിൽ ഹിറ്റ്ലർ യഹൂദന്മാരെ നിഷ്കാസനം ചെയ്തത് മാതൃകയായും അതാണ് ഭാരതത്തിന് അനുകരിക്കാൻ കഴിയാവുന്നത് എന്നും എഴുതി വെച്ചവരാണ് RSS. നിങ്ങൾ അതിൻ്റെ വക്താവാണ്. ആ നയത്തിൻ്റെ ഭാഗമായാണ് നിങ്ങളിവിടെ മറ്റു മതക്കാരെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തിക്കാനുള്ള ഗർവാപ്പസി എന്ന പേരിലുള്ള ഒരു നടപടി നേരത്തെ ആരംഭിച്ചത്. നമ്മുടെ രാജ്യത്തിലെ ഗവൺമെന്റ് തലപ്പത്തിരിക്കുന്നവർക്ക് ചേർന്ന നിലയാണോ നിങ്ങൾ എടുത്തത്? ശ്രീ VP ശ്രീ പത്മനാഭൻ, നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾക്ക് തന്നെ സംശയം തോന്നുന്നുണ്ടോ ഈ സമീപനം കേൾക്കുമ്പോൾ? ഞാൻ ബുദ്ധദേവ് ഭട്ടാചാര്യ 1997 പശ്ചിമ ബംഗാൾ നിയമസഭയിൽ ഒരു ചോദ്യത്തിന് ഉത്തരമായി കൊടുത്ത മറുപടി പറയാം. In 1997, Buddhadev Bhattacharya, in a reply to an assembly question, stated that between 1977 ഒരു പ്രത്യേകതയുണ്ട്. അന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന എടങ്ങാറ് ബംഗാളിൽ അധികാരത്തിൽ വന്നത്. And 1996, 28,000 political murders were committed. The bland statement does not convey enormity of the crime committed by the CPM. It meant on an average 125.7 murders were effected in a month. അതായത് 19 വർഷം കൊണ്ട് ഒരു മാസത്തിൽ 125.7 കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ വെച്ചിട്ട് 28,000 രാഷ്ട്രീയ കൊലപാതകങ്ങൾ 1977 1996 ഇടയിൽ പശ്ചിമ ബംഗാളിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് 1997 ബുദ്ധദേവ് ഭട്ടാചാര്യ എന്ന് പറയുന്ന, ഞാൻ മനസ്സിലാക്കുന്നതെന്ന് അദ്ദേഹം ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയാണ്, അദ്ദേഹം ഒരു ചോദ്യത്തിന് ഉത്തരമായി പശ്ചിമ ബംഗാൾ നിയമസഭയിൽ പറഞ്ഞു. ഈ 28,000 ആളുകളിൽ ബഹുഭൂരിപക്ഷവും രാജു പി നായരുടെ പാർട്ടിക്കാരാണ്. ആളുകളെ ജീവനോടെ കുഴിച്ചിട്ട സംഭവം പശ്ചിമ ബംഗാളിൽ ഉണ്ടായി. കുറേ കോൺഗ്രസ്സുകാരെ ഒരു ദിവസം രാത്രി കാണാണ്ടായി. മാസങ്ങളോളം തെരഞ്ഞിട്ട് കിട്ടിയില്ല. ഇത് പിന്നീടാണ് ഇത് ഒരു ശ്രുതി പരന്നത്, ഇവരെ ജീവനോടെ പിടിച്ച് ഉപ്പിട്ട് കുഴിച്ചു മൂടിയിരുന്നു. അതിൻ്റെ പേരിൽ പശ്ചിമ ബംഗാളിൽ അന്വേഷണം നടന്നു. ഒരു CPM മുൻ മന്ത്രിയുടെ വീട്ടിലെ കുഴി തോണ്ടി അസ്ഥികൂടങ്ങൾ പുറത്തെടുത്തു മമതാ ബാനർജി അധികാരത്തിൽ വന്നതിന് ശേഷം. ഇതൊക്കെ ചെയ്ത CPM നാട്ടിലുള്ള മറ്റുള്ളവരെ ഓരോന്ന് വിളിച്ചാൽ എന്താ പറയുക? ഈ CPM ആരാ? വില്ലേജ് ഓഫീസറോ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ? ഇവൻ ഫാസിസ്റ്റ്, മറ്റോ നാസിസ്റ്റ്, ഇവൻ മതേതരവാദി, ഇവൻ വർഗീയവാദി. ഇത് വില്ലേജ് ഓഫീസർ. ആകെ 2-3 സീറ്റോ 4 സീറ്റോ ഇപ്പോൾ ലോകസഭയിലുള്ളൂ. 34 കൊല്ലം ഭരിച്ച ഒരു സംസ്ഥാനത്ത്, അതായത് 2011 ഇറങ്ങിപ്പോകുമ്പോഴേക്കും ഈ 28,000 എത്രയായി എന്നറിയോ? ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ 55,000, 55,000. സൈനി ബാരി കൂട്ടക്കൊല കേട്ടിട്ടുണ്ടോ?
അതായത് ആദ്യമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരികയും ആ സർക്കാരിന് പിന്തുണ നഷ്ടപ്പെടുകയും ചെയ്തപ്പോൾ ജാഥയായി വന്ന് ഒരു കോൺഗ്രസ്സുകാരായ ഏട്ടാഞ്ചന്മാർ താമസിക്കുന്ന വീട് ആക്രമിച്ച് അവിടെ ഒരു കുട്ടിയുടെ പേരിടൽ ചടങ്ങ് നടക്കുകയാണ്. അവരെ ആക്രമിച്ച് ആ വീടിന് തീ കൊടുത്ത് 2 കോൺഗ്രസ് നേതാക്കന്മാരെ കൊന്ന് അവരുടെ ചോറിൽ കലർത്തി ആ ചോറ് അവരുടെ അമ്മയെ കൊണ്ട് തീറ്റിച്ചു. ആ ചോറ് അവരുടെ ചോര കലർത്തിയ ചോറ് ഉരുട്ടി തീറ്റിച്ചു അമ്മേനെ കൊണ്ട്. സൈനിബാരി കൂട്ടക്കൊല. അതിലെ 1-ാം പ്രതി ഒരു മന്ത്രിയായിരുന്നു. അദ്ദേഹം കുറേ കാലം CPM-ന്റെ പശ്ചിമ ബംഗാൾ മന്ത്രിയായിരുന്നു. മാരിച്ചാബി കൂട്ടക്കൊല, ദി ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് ദീപകിൻ്റെ, ദി ബ്ലഡ് മൂൺ. ഒന്ന് വായിച്ചു നോക്കണം. മാരിച്ചാബിയിൽ കിഴക്കൻ ബംഗാളിൽ നിന്നും വന്ന ഹിന്ദു അഭയാർത്ഥികൾ, അതായത് 971-ലെ ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ കിഴക്കൻ പാകിസ്ഥാനിൽ നടന്ന കലാപത്തെ തുടർന്ന് ഉടുതുണിക്ക് മറുതുണിയില്ലാതെ കിഴക്കൻ ബംഗാളിൽ നിന്നും വെസ്റ്റ് ബംഗാളിലേക്ക് ഓടി വന്ന ഹിന്ദു അഭയാർത്ഥികളെ, മിക്കവാറും പട്ടികജാതിക്കാരാണ്. അവരെ എവിടെയെങ്കിലും പുനരധിവസിപ്പിക്കണമല്ലോ എന്ന് വെച്ചിട്ട് അവരെ കൊണ്ടുപോയി ഛത്തീസ്ഗഡിൽ പുനരധിവസിപ്പിച്ചു, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായിട്ട്. പക്ഷേ കിഴക്കൻ ബംഗാളിലെ ഫലഭൂവിഷ്ടമായ ഗംഗാ സമതല ഭൂമിയാണല്ലോ, അതായത് ബ്രഹ്മപുത്രയും ഗംഗയൊക്കെ ഒഴുകി വരുന്ന സമതല ഭൂമിയിൽ കൃഷി ചെയ്ത് ജീവിച്ചവർക്ക് ഛത്തീസ്ഗഡിലെ വരണ്ട ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത കാര്യം തിരിച്ചു വന്നിട്ട് സുന്ദർബനിൽ താമസമാക്കി അവരെ പശ്ചിമ ബംഗാൾ പോലീസും CPM കേഡറും കൂടി നന്ദിഗ്രാമിൽ ചെയ്തതുപോലെ ഓടിച്ചിട്ട് വെടിവെച്ച് കൊന്നു. ഈ സുന്ദർബൻ പ്രദേശമെന്ന് പറഞ്ഞാൽ അവിടെ ചതുപ്പ് നിലമാണ്, മുതലകളുണ്ട്. കുറേ ആൾ വെടികൊണ്ട് മരിച്ചു, കുറേ ആൾ വെള്ളത്തിൽ ചാടിയപ്പോൾ മുതലകൾ പിടിച്ചു തിന്നു. 2000-ഓളം ആളുകൾ മരിച്ചിട്ടുണ്ട്. 1700-2000-ഓളം ഇടയിൽ ആളുകൾ മരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. മാരിച്ചാബി കൂട്ടക്കൊല, പിന്നെ നന്ദിഗ്രാമിൽ. ഇതൊക്കെ എല്ലാവർക്കും അറിയാലോ. ഇന്ത്യയിൽ ഇത്രയും മനോഹരമായി മനുഷ്യന്മാരെ കൂട്ടക്കൊല ചെയ്ത വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? വേറൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടോ? ത്രിപുരയിൽ BJP അധികാരത്തിൽ വരുന്നതിൻ്റെ 1.5 കൊല്ലം ഗ്യാപ്പിൽ, അതായത് 2018-ലാണ് ഞങ്ങൾ അധികാരത്തിൽ വരുന്നത്. ഞങ്ങൾ ത്രിപുര പിടിക്കുമെന്ന് ഇവർക്ക് ഏതാണ്ട് ബോധ്യമായത് 2016 പകുതിയായപ്പോഴാണ്. ആ 1.5 കൊല്ലം കൊണ്ട് ഇവർ കൊന്നുകൂട്ടിയത് 10-25 BJP നേതാക്കന്മാരെയും പ്രവർത്തകരെയാണ്. ഇത് തടയാൻ, BJP വരുന്നത് തടയാൻ വേണ്ടി ഇവരാണ് നാട്ടുകാർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത്. ഈ തമാശ CPM ഇങ്ങനെ പലതും പറയും. മാധു, കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ബഗൻ ഞാൻ കാണിച്ചു തരണോ? പഴയ ഒരു പത്രം നായനാർ മറ്റോ പറഞ്ഞതാ, CPM-ന്റെ മുതിർന്ന നേതാവ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ EK നായനാർ പറഞ്ഞതാ. കമ്പ്യൂട്ടർ തൊഴിൽ തിന്നുന്ന ബഗൻ. ഇങ്ങനെ എന്തൊക്കെ ഹമ്പക്ക് CPM പറയും. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ SFI-ക്കാർ പ്രകടനം എന്താ അറിയോ? റൊണാൾഡ് റീഗൻ രാജിവെക്കണം എന്ന് പറഞ്ഞു. ആളുകൾ ഇത് കേട്ട ആളുകൾ പൊട്ടിച്ചിരിക്കുക. റൊണാൾഡ് റീഗൻ രാജിവെക്കണം പറഞ്ഞിട്ട് കൊയിലാണ്ടി കോളേജിനെ വരാന്തേ കൂടി SFI-ക്കാരെ പ്രകടനം നടത്തിയിട്ട് എന്താ കാര്യം? ഇങ്ങനത്തെ കുറേ തമാശകൾ, പരിഹാസ്യരായ വിഡ്ഢിത്തരങ്ങൾ കാണിച്ച് സ്വയം എന്താ പറയുക, ബ്ലാക്കനിങ് അവർ ഓൺ ഫേസ്, കരിയോയിൽ വാരി മുഖത്ത് പെരട്ടുന്ന കമ്പനിക്കാരാണ് ഇവർ. അതുകൊണ്ടാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പുറമ്പോക്കിൽ പോലും സ്ഥാനമല്ലാണ്ടായത്. ഞാൻ ഇടപെടുകയാണ്. ഇതിപ്പോ കടുത്ത വിമർശനമാണ് പഴയ കാലി സനിബാരി കൂട്ടക്കൊല അടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ശ്രീ VP ശ്രീപത്മനാഭൻ പറയുന്നത്.